ശ്രീ ആർ വി ബാബു, വഖഫ് ഭേദഗതിക്കെതിരെ എന്ന പേരിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന സംഘടനയായ സോളിഡാരിറ്റി നടത്തിയ പ്രതിഷേധത്തിലാണ് ഹമാസ് ഭീകരരുടെ അടക്കം നേതാക്കളുടെ ചിത്രങ്ങൾ ഇങ്ങനെ പ്ലക്കാർഡുകളായി അവർ ഉയർത്തിപ്പിടിച്ചത്. നമുക്കറിയാം, ഒരു പ്രതിഷേധ മാർച്ചിലായാലും മതപരമായ ചടങ്ങിലായാലും ഹമാസ് ഭീകരരെ ഇങ്ങനെ ഉയർത്തിക്കാട്ടുന്ന ഒരു പ്രവണത ഇപ്പോൾ ഏറി വരികയാണ്. എന്താണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്? മതതീവ്രവാദികളെ വെള്ളപൂശുന്ന പരിപാടിയാണ് ഇപ്പോൾ നടക്കുന്നത്. മതതീവ്രവാദികളായിട്ടുള്ള ഇസ്ലാമിക ഭീകരന്മാരെ മഹത്വവൽക്കരിക്കുകയും അവരെ നേതൃസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന അവരെ ഇസ്ലാം സമുദായത്തിന്റെ നേതാക്കന്മാരായിട്ട് വാഴ്ത്തി മുസ്ലിം സമൂഹത്തിനുള്ളിൽ അവർക്ക് ലബ്ധപ്രതിഷ്ഠ നേടിക്കൊടുക്കുന്ന ഒരു സമീപനാണിത്. ബിൻ ലാദൻ ഇപ്പോ ബിൻ ലാദന്റെയോ അല്ലെങ്കിൽ ഈ പറയുന്ന അതുപോലുള്ള നേതാക്കന്മാരുടെ ചിത്രം എടുക്കാനായിട്ടില്ല. അത് വരുന്ന നാളുകളിൽ അതും ഉണ്ടാവും. ബിൻ ലാദൻ അടക്കമുള്ള ഇസ്ലാമിക ഭീകരന്മാരുടെ ചിത്രം ഏന്തിക്കൊണ്ട് നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ ഇത്തരം പ്രകടനങ്ങൾ നടക്കും. കാരണം കേരളത്തിൽ ഇത്തരത്തില് ഇപ്പൊ പാലസ്തീന് എതിരായിട്ട് ശബ്ദിക്കുന്നത് മാത്രമാണ് കേരളത്തിൽ കുറ്റകരം. മറിച്ച് ഇസ്ലാമിക ഭീകരവാദത്തെ ഉയർത്തിപ്പിടിക്കുന്നതോ ഹമാസ് പോലുള്ള ഭീകര സംഘടനകളുടെ നേതാക്കന്മാരുടെ ചിത്രം ഉയർത്തിപ്പിടിക്കുന്നതോ കുറ്റകരമല്ല. അപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കേരളം മാറി. ഇപ്പൊ നമുക്കറിയാം, CPM-ന്റെ പാർട്ടി സമ്മേളനത്തിൽ കഫിയ ധരിച്ച് പങ്കെടുത്ത മുഖ്യമന്ത്രിയുള്ള നാട്ടിൽ ഹമാസിനെ നേതാക്കന്മാരെ ഉയർത്തിപ്പിടിച്ചാൽ അതിനെന്താ തെറ്റു പറയാൻ പറ്റുക? അപ്പോൾ കേരളത്തിലെ ഇസ്ലാമിക ഭീകരവാദത്തിന് വളം വെച്ചു കൊടുക്കുന്നതും അവർക്ക് എല്ലാവിധ പ്രോത്സാഹനവും ചെയ്തു കൊടുക്കുന്നത് കേരളം ഭരിക്കുന്ന സർക്കാരാണ്. CPM-ന്റെ നേതൃത്വത്തിലാണ് ഇസ്ലാമിക ഭീകരവാദത്തെ എല്ലാ തരത്തിലും പ്രോത്സാഹിപ്പിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ഒരു പാർട്ടി ഭരിക്കുന്ന നാട്ടിൽ ഹമാസ് ഭീകരന്മാരോ അല്ലെങ്കിൽ IS ഭീകരന്മാരോ ഒക്കെ മഹത്വവൽക്കരിക്കപ്പെടുകയും അവർക്ക് ഇനി നാളെ സ്മാരകം ഉയരുന്ന സാഹചര്യം ഉണ്ടാവും. കേരളത്തിൽ ഹമാസ് ഭീകരന്മാർക്ക് സ്മാരകം ഉയരുന്ന സാഹചര്യം അതിവിദൂരമല്ല. നമുക്കത് കാണാം. എഴുത്തച്ഛന് സ്മാരകം ഇല്ലെങ്കിലും നമുക്ക് ഹമാസ് ഭീകരന്മാർക്ക് പ്രതിമ ഉണ്ടാകുന്ന ഒരു കാലം വിദൂരമല്ല കേരളത്തിൽ.